നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുവളപ്പില്. ഞാൻ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലാണ്. ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഇന്ന് ഒരു പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേ ആണ്. അതായത് സോണൽ വുമൺ അഗ്രിപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഒരുപാട് സംരംഭങ്ങളാണ്, വ്യത്യസ്തമായ സംരംഭങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ കണ്ടു. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. നമ്മുടെ വീട്ടിലൊക്കെ വാഴ നട്ടുവളർത്തിയിട്ടുണ്ടാവും. സാധാരണയായിട്ട് നമ്മൾ വാഴ നട്ടുവളർത്തുന്നത് പഴം കഴിക്കാനാണ്, അല്ലെങ്കിൽ കായ കറി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് വാഴ നട്ടുവളർത്തുന്നത്. പക്ഷെ ഇവിടെ ഒരു ലേഡി സംരംഭക ഇവിടെ ചെയ്തിരിക്കുന്നത്, ആ വാഴയുടെ കൊല വെട്ടിക്കഴിഞ്ഞാലുള്ള ബാക്കി ഭാഗം ഫുള്ള് വാഴയെ വേസ്റ്റ് ആക്കാതെ എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന ഒരു രീതി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രൊഡക്റ്റ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതിശയമായി പോകും. അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ്, അത്രയും ഈട് നിൽക്കുന്നതും ക്വാളിറ്റി ഉള്ളതുമായ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റുകളും ഒന്ന് പരിചയപ്പെടാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ സംരംഭക നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മാഡത്തിനൊന്ന് പരിചയപ്പെടാം. മാഡം നമസ്കാരം. നമസ്തേ സർ. നമസ്തേ, എന്റെ പേര് വർഷ. ഞാൻ വരുന്നത് കർണാടകയിൽ ചാമരാജ് നഗർ എന്ന സ്ഥലത്ത്. ന്യൂസ് പേപ്പറിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വാഴയിൽ നിന്നും സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന തരത്തിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. വാഴക്കുല വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങളെല്ലാം സാധാരണയായി നമ്മൾ വേസ്റ്റ് ആക്കാറാണ് പതിവ്. അതിനു പകരം അതിന്റെ എല്ലാ ഭാഗങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉപകാരപ്രദമായ വിവിധതരം ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ഒരു ചാർട്ടിൽ നിന്നും അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. വാഴയിൽ നിന്ന് അതിന്റെ ഇലയും കുലയും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പിണ്ടിയിൽ നിന്നും ഉണ്ണിപ്പിണ്ടിയും പോളയും വേർതിരിക്കും. ഈ പോളയിൽ നിന്നും പ്രോസസ്സിംഗിലൂടെ ഫൈബർ നാരുകൾ ഉത്പാദിപ്പിക്കുകയാണ്. ഇതുപയോഗിച്ച് ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഈ പ്രോസസ്സിംഗിൽ നിന്നുണ്ടാകുന്ന ഖരമാലിന്യത്തെ കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ലിക്വിഡ് വേസ്റ്റ് പൊട്ടാഷ് കണ്ടന്റ് ഉള്ളതിനാൽ അതിനെ ലിക്വിഡ് പൊട്ടാഷായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഏകദേശം ഒരു വാഴ വേസ്റ്റിൽ നിന്നും എത്രമാത്രം പൊട്ടാഷ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും? അത് വന്നിട്ട് വാഴയുടെ വലിപ്പത്തെ അനുസരിച്ചിരിക്കും. ഫൈബർനാര് പ്രോസസ്സിംഗിൽ ലഭ്യമാകുന്ന ലിക്വിഡ് വേസ്റ്റിന്റെ അളവിന് അനുപാതമായിട്ടായിരിക്കും പൊട്ടാഷിന്റെ ലഭ്യത. എന്നിരുന്നാലും ഉത്പാദിപ്പിക്കുന്ന പൊട്ടാഷും ജൈവവളവും ഞങ്ങളുടെ തന്നെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാറാണ് പതിവ്. ഇവര് വന്നിട്ട് ഇത്രയും പ്രൊഡക്ട്സ്, അതായത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ബനാനന്ന് ഇത്രയും പ്രൊഡക്റ്റ് ആക്കി മാറ്റിയെടുക്കാണ്. അതില് ഫസ്റ്റ് ബനാന ലീഫ് ഉണ്ട്. ബനാന ലീഫ് വന്നിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ എടുക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ സ്റ്റംപ് ഉണ്ട്, ഉണ്ണിപ്പിണ്ടി എന്ന് പറയും. ഇത് നമ്മൾ കറി വെക്കാൻ എടുക്കും. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്യും. ഇവര് അതിൽ നിന്ന് ഈ ഉണ്ണിപ്പിണ്ടി ഉപയോഗിച്ചിട്ടാണ് പിക്കിൾ ഉണ്ടാക്കുന്നത്. പിന്നെ ചട്നി പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബനാന ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ ഇതിന്ന് ഫൈബർ നാരുകൾ ഉപയോഗിച്ച് ഒരുപാട് പ്രൊഡക്ട്സ് ഇവരുണ്ടാക്കുന്നുണ്ട്. അതെല്ലാം അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പൊട്ടാഷ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ, അതായത് ഒരു വാഴയുടെ എന്തെല്ലാം ഐറ്റംസ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇവിടെ ഈ ഒരു സ്ത്രീ സംരംഭം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത്രയധികം പ്രൊഡക്റ്റുകൾ ഒരു വാഴയെന്ന് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുമ്പോൾ തന്നെ അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതിനെ വിശ്വസനീയമായ രീതിയിൽ ഇവിടെ പ്രൊഡക്റ്റുകളാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ലേഡി സംരംഭക ചെയ്തിട്ടുള്ളത്. എത്ര തരം ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത്? വാഴപ്പിണ്ടിയുടെ പോളയിൽ നിന്ന് ഫൈബർ ഉത്പാദിപ്പിക്കുന്നു. ഉണ്ണിപ്പിണ്ടിയിൽ നിന്ന് ജ്യൂസും പിക്കിളും പിന്നെ ചട്നി പൗഡർ അതുപോലെ ചിപ്സും ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വാഴക്കുടത്തിന്റെ പൂവിൽ നിന്നും ചമ്മന്തിപ്പൊടി ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഒരു വാഴയെ മൊത്തമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് പോലും ഞങ്ങൾ കമ്പോസ്റ്റും പൊട്ടാഷുമാക്കി മാറ്റിക്കൊണ്ട് ഉപകാരപ്രദമാക്കുന്നു.
അങ്ങനെയാണ് ഞങ്ങൾ സീറോ വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കുന്നത്. Product. Making product in that process also will get some waste. Okay, That is also okay. utilizing it. So it is zero waste management. നിങ്ങൾ ഈ ഫൈബർ പ്രൊഡക്റ്റുകൾ വേർതിരിച്ചെടുക്കുന്നതിന് ഏത് രീതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? Yeah, actually we only extract the fiber also. Okay, For fine. fiber extraction we have a machine. അത് മെഷീനുകളുടെ സഹായത്താലാണ് ഞങ്ങൾ ഫൈബർ വേർതിരിച്ചത്. After extraction ഈ നാരുകൾ ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ കൈകൊണ്ട് നെയ്ത് ഒരു റോളാക്കി മാറ്റുകയും അത് ആവശ്യാനുസരണം വിവിധ അളവിൽ കട്ട് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആയി തരം മാറ്റി ഉത്പാദിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. By hand, this man. like it will be like a handloom. I mean, Roll base. Yeah. After that, how After much that we'll- size we need, we cut that. just after that we'll make these products. Okay, so okay. we make this basically, then we make all these boxes, all those things, box, Okay, okay, purse, mats, Oh, I see. different. ഓക്കെ ഓക്കെ ഇത് ഈ പ്രൊഡക്റ്റ് കണ്ടു, ഇത് മാറ്റ് ആണ്. അതായത് ബനാനയുടെ ഫൈബർ തരം തിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റ് ആണ്. നിങ്ങൾ ഈ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏകദേശം എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്? It has a good life. Okay. ಏನಂದ್ರೆ 10 വർഷത്തോളം ഇത് ഉപയോഗിച്ച ആൾക്കാരുണ്ട്. ഓരോരുത്തരും അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ലൈഫ്. അത് മാത്രമല്ല, വലിയ തോതിൽ നനവ് ബാധിച്ചാല് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫംഗസ് വരാനും നശിച്ചു പോകാനും ഒക്കെ കാരണമാകാറുണ്ട്. ಒಣಗಿಸ್ಬೇಕು Yes, because yes. it's a natural fiber ಆದ್ರಿಂದ Okay. it may get some fungus. Yeah. So but we have to take care. That's just ഓക്കെ ഇത് 10 വർഷം വരെ ഉപയോഗിച്ചിട്ടും ഒരു കേടും കൂടാതെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഗുണമുള്ള ഒരു മാറ്റാണ് വെറും ബനാനയുടെ ഫൈബറിൽ നിന്ന് മാത്രം എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു മാറ്റ് നിർമ്മിക്കുന്നതിന് ഏകദേശം എത്ര സമയമാണ് വേണ്ടി വരിക? basically after extracting the fiber, ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഫൈബറിൽ നിന്നും സാധാരണയായി 4 മുതൽ 5 മീറ്റർ നീളത്തിലാണ് റോളുകൾ ലഭ്യമാകുന്നത്. ഏകദേശം ഒരു വാഴയിൽ നിന്ന് 700 ഗ്രാം ഫൈബറാണ് നമുക്ക് ലഭിക്കുന്നത്. the fiber ഇതിൽ നിന്നും 1.5 മുതൽ 2 മീറ്റർ നീളത്തിൽ വരെ റോളുകൾ നിർമ്മിക്കാൻ കഴിയും. approximately 1.5 to 2 meters. 2 meters. Almost 2 meters we can make. അതിൽ നിന്നും ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്താണ് നമ്മൾ മറ്റു പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നത്. The pieces and whatever this thing we will do that. Okay, okay. So how many employees with you? Sir, basically now I have 8 employees working with me. Okay, fine. Now it's not developed. It has to You're be. planning to yeah, do. I'm Okay, planning to fine. develop. Yes, actually, I need to mention. ഇതിനു പുറമെ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഇത് ഞങ്ങൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റിയെടുത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇതിനെ വിപുലപ്പെടുത്താൻ പ്ലാൻ ചെയ്യുകയാണ്. So what about pickle? So pickle from inner core will do the പിക്കിൾ വന്നിട്ട് ഞങ്ങളുടെ അമ്മൂമ്മയുടെ ഒരു പ്രൊഡക്റ്റാണ്. അത് ഉണ്ണിപ്പിണ്ടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. pickle. So I have done that same. I have not okay, taken fine. any. This But it's from the banana stem. Banana stem. Inner core. Chutney powder. It's a flower. Banana flower bರ್ತದೆ. അതുപോലെ ചട്നി പൗഡർ ഉണ്ടാക്കുന്നത് കുടപ്പന്റെ ഫ്ലവർ ഉപയോഗിച്ചാണ്. Chutney. And chutney powder. ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ മൂലകങ്ങൾ ഈ ഒരു ബനാന ഫ്ലവറിൽ We are അടങ്ങിയിട്ടുണ്ടോ? utilizing that Yeah. instead of making But the waste. thing is, the banana flour is good for health, and usually for special. അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഹെൽത്തി പ്രൊഡക്റ്റ് ആണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ലേഡീസിന് പീരിയഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ബനാന ഫ്ലവറിൽ തൈര് മിക്സ് ചെയ്തപ്പോൾ കഴിക്കാറുണ്ട്. It will be like a natural remedy for that. Okay, okay, okay. ആക്ച്വലി ഈ മെത്തേഡുകൾ നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചതാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും Basically, I സ്വയത്തമാക്കിയതാണോ? started during COVID time. Okay. So previously I came to know that they are ആക്ച്വലി doing ഞങ്ങൾ ഇത് some കോവിഡ് extraction സമയത്താണ് from സ്റ്റാർട്ട് ചെയ്തത്. handicraft. So I thought ഫൈബർ of നാരിൽ making നിന്നും that. ഹാൻഡിക്രാഫ്റ്റ് And then I നിർമ്മിച്ചുകൊണ്ടാണ് തുടക്കം. started ഇപ്പൊ 2 വർഷമായി കൂടുതൽ waste ഡെവലപ്മെന്റിലേക്ക് management. കടന്നു. Again, I got some ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് like ചെയ്തുകൊണ്ടിരിക്കുന്നത്. R&D, I had an R&D and all this. Oh, is it? Okay, okay. So how old? അത് നല്ലൊരു പങ്ക് തന്നെയാണ് മൻ കി ബാത്ത് പ്രോഗ്രാമിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞത്. അത് ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റിന് വളരെയധികം സഹായമാവുകയും ചെയ്തു. Man Ki Baat episode, I mean, Yeah, yeah, from fine. that it Yeah, has been sorry. increased like the people get aware. I mean, Okay, yeah. initially the people was not Exactly. We aware have to of all make those more things. publicity Yeah. for that. Okay. I also will do that through my channel. Yeah, thank you I'll so try much, to sir. make maximum publicity of this. Yeah, thank So you. people let you know about it. ഒരു വാഴയുടെ ചെടിയിൽ നിന്ന് ഇത്രയധികം പ്രൊഡക്ട്സ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നൊക്കെയാണ് ഇവിടെ വർഷ എന്ന് പറയുന്ന ഈ മാഡം ചാമരാജ് നായർ കർണാടകയിൽ നിന്നാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇവ പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവര് ഈ വാഴയുടെ ഫൈബർ എക്സ്ട്രാക്ട് വേർതിരിച്ചെടുത്തിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇവർ കൊറിയർ അയക്കുക, എങ്ങനെ അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അവരോട് സംസാരിക്കാം. ഇതിലെ മെയിൻ 2 പ്രൊഡക്റ്റ് ആണ് എഡിബിൾ പ്രൊഡക്റ്റ് ആണ്.
ഇതിന്റെ അച്ചാറ്, അതായത് ഈ ബനാന സ്റ്റംസ് നമ്മൾ പറയുന്ന ഈ ഉണ്ണിപ്പിണ്ടിയുടെ അച്ചാറാണ് അത്. വളരെ ടേസ്റ്റുള്ള ഐറ്റം ആണ്. അതുപോലെ ഇത് വന്നിട്ട് ഇവരുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ്, അതായത് വറവ് ഐറ്റംസ് ഉണ്ടാക്കാം, ചിപ്സ് ഒക്കെ ഉണ്ടാക്കണ പോലെ നമ്മുടെ ബനാന സ്റ്റെമ്പ് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചിപ്സ് പോലെ കഴിക്കാം. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇത് ചട്നിയാണ്, ചട്നി പൗഡറാണ്. അപ്പോൾ ഇതും വന്നിട്ട് ഈ ബനാനയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ചമ്മന്തിപ്പൊടിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെ അതേ പ്രോസസ്സിൽ ചട്നി പൗഡറായിട്ട് ഉപയോഗിക്കാം. ഇഡ്ഡലി ദോശക്കൊക്കെ ചട്നിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയധികം ഉൽപ്പന്നങ്ങൾ ഒരു വാഴ അതായത് കുലച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് നമ്മൾ വെട്ടി ചാലിലും മറ്റുള്ളവർക്കൊക്കെ കാട്ടിക്കളയുന്ന വാഴേനെ ഇത്രയധികം പ്രൊഡക്ട്സ് ആക്കി എടുക്കാം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് മേഡം ഇവിടെ. മേഡം ഇപ്പൊ കർണാടകയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് വേണ്ട ഫുൾ ബാക്ക് സപ്പോർട്ടും കൊടുക്കേണ്ടത് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളാണ്. വളർന്ന് ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുള്ളൂ. നമ്മളപ്പോ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാഡത്തിന്റെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.